നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പോക്സോ കേസുമായി ബന്ധപ്പെട്ട ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി ശങ്കരാചാര്യരുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ പ്രത്യക് ചൈതന്യ മുകുന്ദാനന്ദ ഗിരിയുടെയും അറസ്റ്റ് സ്റ്റേ ചെയ്തെങ്കിലും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചു. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന വാദം കേൾക്കലിന് ശേഷം അഭിഭാഷകരും ജിൻസി പോലീസ് സ്റ്റേഷൻ SHOയും ഉൾപ്പെടെ തിങ്ങി നിറഞ്ഞ കോടതി മുറിയിലാണ് ജസ്റ്റിസ് ജിതേന്ദ്രകുമാർ സിൻഹയുടെ സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നതുവരെ നിർബന്ധിത നടപടികളിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകുന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. ശങ്കരാചാര്യർക്കെതിരെ ഉടൻ നടപടിയെടുക്കരുതെന്ന് അധികാരികൾക്ക് ബെഞ്ച് നിർദ്ദേശം നൽകി. പോലീസ് നടത്തുന്ന അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. വാദം കേൾക്കുന്നതിനിടെ പ്രതിഭാഗം ഒരു ഇരയെ പ്രായപൂർത്തിയാകാത്ത ആളാണെന്നും വിശേഷിപ്പിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയെ ഇരകളുടെ പക്ഷം എതിർത്തു. അശുതോഷ് ബ്രഹ്മചാരി മഹാരാജ് സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനുമെതിരെ ലൈംഗിക ചൂഷണ ആരോപണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പ്രയാഗ്രാജിലെ പ്രത്യേക പോക്സോ കോടതി പോലീസിനോട് ഉത്തരവിട്ടത്. FIR-ൽ പറഞ്ഞതനുസരിച്ച് ജ്യോതിഷ് പീഠ് ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ മുക്താനന്ദ ബ്രഹ്മചാരി, തിരിച്ചറിയാത്ത 3 വ്യക്തികളും കഴിഞ്ഞ 1 വർഷമായി ഒരു പ്രായപൂർത്തിയാകാത്ത ആളെയും മറ്റൊരു യുവാവിനെയും ആവർത്തിച്ചുള്ള ലൈംഗിക അതിക്രമണത്തിന് വിധേയരാക്കി. ഗുരുകുലത്തിലും അടുത്തിടെ സമാപിച്ച പ്രയാഗ്രാജിലെ മാഘമേള പോലെയുള്ള മതസമ്മേളന സ്ഥലങ്ങളിൽ പോലും ഇത് നടന്നു എന്നാണ് ആരോപണം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം പോക്സോ നിയമപ്രകാരം കേസെടുത്തതിന് 1 ദിവസത്തിന് ശേഷം തന്നെ ആരോപണങ്ങളെ ജ്യോതിഷ് പീഠം ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി തള്ളിക്കളഞ്ഞിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തം ആളായതിനാൽ പൊതുവെ കോൺഗ്രസിന്റെ ശങ്കരാചാര്യൻ എന്നറിയപ്പെടുന്ന സ്വാമിയാണ് ശങ്കരാചാര്യരായ അവിമുക്തേശ്വരാനന്ദ സരസ്വതി. ശങ്കരാചാര്യർ പണ്ട് സ്ഥാപിച്ച 4 മഠങ്ങളിലൊന്നായ ജ്യോതിർമഠത്തിന്റെ ശങ്കരാചാര്യരാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി. പണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും ഗാന്ധി കുടുംബത്തിന്റെയും സഹായത്തോടെ ശങ്കരാചാര്യർ പദവിയിലേക്ക് ഉയർന്ന വ്യക്തിയാണ്. അതിനാൽ ഇദ്ദേഹം മോദി സർക്കാരിനെ എതിർക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ഒരു ശങ്കരാചാര്യരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെതിരെ ഈ ശങ്കരാചാര്യരെ ഇറക്കിക്കളിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് സംശയിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള സമയത്ത് അവിമുക്തേശ്വരാനന്ദ സ്വാമി ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴിതാ വാരണാസിയുടെ മഠത്തിൽ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ പോക്സോ കേസെടുത്താണ് യോഗിയുടെ പോലീസ്. എന്നാൽ അലഹബാദ് കോടതി ഇദ്ദേഹത്തിന്റെ അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകി. വെള്ളിയാഴ്ച വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ മോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വേളയിൽ തൊടുന്യായം പറഞ്ഞ് അതിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഈ ശങ്കരാചാര്യർ. ഇപ്പോൾ ഹിന്ദു സമുദായത്തെ ഒന്നിപ്പിക്കാൻ UP-യിൽ യാത്ര നടത്തിയ ധീരേന്ദ്ര ശാസ്ത്രിയെ വിമർശിക്കുകയും ചെയ്തു. ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ധീരേന്ദ്ര ശാസ്ത്രി BJP ഏജന്റ് ആണെന്ന് വരെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ അവിമുക്തേശ്വരാനന്ദന് മടിയില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജാതി കാർഡ് ഇറക്കാനും ഈ ശങ്കരാചാര്യർക്ക് മടിയില്ല. ഹിന്ദുക്കളുടെ സ്വന്തം ജാതിയാണ്. സനാതനധർമ്മത്തിന്റെ കാതൽ ഹിന്ദുമതത്തിലെ ജാതിയാണ്. അത് നിലനിൽക്കണം, ശങ്കരാചാര്യർ പറയുന്നു. ജാതി ഭിന്നിപ്പ് ശക്തമാക്കി ഹിന്ദു സമുദായത്തെ നെടുകെ പിളർക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ വലിയ അജണ്ടയാണ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ നാളുകളിൽ പ്രധാനമന്ത്രി മോദിയും യോഗി ആദിത്യനാഥും മറ്റു BJP നേതാക്കളും ഹിന്ദുക്കളെ ജാതി മറന്ന് ഒന്നിപ്പിക്കാൻ ഏറെ പരിശ്രമം നടത്തിയിരുന്നു. ബട്ടേങ്കെ തോ കാട്ടേങ്കെ, ഒന്നിച്ചു നിന്നില്ലെങ്കിൽ കഷ്ണങ്ങളായി മുറിക്കപ്പെടും എന്ന മുദ്രാവാക്യം ഇക്കാലത്താണ് യോഗി ആദിത്യനാഥ് ഉയർത്തിയത്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഹിന്ദു സമുദായം തകരുമെന്ന സന്ദേശമാണ് യോഗി ഈ മുദ്രാവാക്യത്തിലൂടെ നൽകിയത്. പ്രധാനമന്ത്രി മോദി യോഗിയുടെ ഈ മുദ്രാവാക്യത്തെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഏക് ഹേ തോ സേഫ് ഹേ എന്നായിരുന്നു ആ മുദ്രാവാക്യം. ഒന്നിച്ചു നിന്നാൽ ഹിന്ദു സമുദായം സുരക്ഷിതമായിരിക്കുമെന്നായിരുന്നു ഈ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ധീരേന്ദ്ര ശാസ്ത്രി എന്ന യുവസന്യാസി UP-യിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ യാത്ര നടത്തിയത്. യുവാക്കൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള സന്യാസിയാണ് ധീരേന്ദ്ര ശാസ്ത്രി. അങ്ങനെ ജാതിക്കപ്പുറം ഹിന്ദു സമുദായത്തിലുള്ളവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ ധീരേന്ദ്ര ശാസ്ത്രിയെ BJP ഏജന്റ് എന്ന് വിളിച്ച് വിമർശിച്ചത്. ഹിന്ദു സമുദായത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് കോൺഗ്രസ് ജാതി സംവരണം വേണമെന്നും ജാതി സെൻസസ് വേണമെന്നും മുറവിളി കൂട്ടുന്നത്. ഹിന്ദുക്കളെ വിഭജിച്ച് ദുർബലപ്പെടുത്തി ന്യൂനപക്ഷ വോട്ടുകളുടെ ഭരണത്തിൽ കയറാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ സഹായിക്കുകയാണ് ജ്യോതിർമഠത്തിലെ അവിമുക്തേശ്വരാനന്ദ സ്വാമി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.